ഹലോ ഗൈസ്, വെൽക്കം. ഇനി വർക്കൗട്ട് വീഡിയോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് എൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ചെസ്റ്റും ബൈസെപ്സാണ് വരുന്നത്. അപ്പോൾ ഇനി കോമ്പറ്റീഷനൊക്കെ തോന്നുന്നു 3.5 ആഴ്ച അങ്ങോട്ടുള്ളൂ. ഡിസംബർ 21 അതാണ് കോമ്പറ്റീഷൻ. സോറി, 2.5 ആഴ്ച അങ്ങോട്ട് ഏകദേശം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് നോർമൽ കഴിഞ്ഞ ആഴ്ച ചെയ്ത വർക്കൗട്ട് രീതികളാണ്. ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ടിട്ട് വർക്കൗട്ട് വീഡിയോ കണ്ടിന്യൂസ് ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. അന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനും ശ്രമിക്കാം. ടൈമിങ്ങിന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. കുറേ പേരെ ചോദിക്കണു ഇപ്പോൾ ടിപ്സും കാര്യങ്ങളും വർക്കൗട്ടൊക്കെ ഇടുന്നു. അപ്പോൾ നമ്മൾ ടിപ്സും കാര്യങ്ങളൊക്കെ ഏകദേശം ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇങ്ങനെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇതിലിപ്പോൾ ഞാൻ ഓൾറെഡി ഇന്ന് മോനെടുക്കണായിട്ട് മുന്നേ 2:30 സമയത്താണ് ഞാനിന്ന് കാർബൊക്കെ ഒന്ന് കയറ്റിയത്. ഒന്നുമില്ല, 100 ഗ്രാം റൈസും 150 ഗ്രാം ചിക്കനാണ് കഴിച്ചത്. ഇപ്പോൾ ഈ വർക്കൗട്ടായിട്ട് ഞാൻ കഴിക്കേണ്ട സാധനങ്ങളൊക്കെ കഴിച്ച് നേരെ വർക്കൗട്ടിലേക്ക് പോകാം. അവിടെ ഉണ്ട് കുറച്ച് സാധനങ്ങൾ. സിട്രോളിന് എല്ലാർജിനും കഴിഞ്ഞു തോന്നുന്നു. കഫേ ഞാൻ ഈ സമയത്ത് എടുക്കില്ല, എനിക്ക് ഉറക്ക പ്രശ്നം വരും. ഇല്ല, ഏത് പാർട്ട്ണർ വർക്കൗട്ട് ചെയ്യാനാ? അവിടെ ഒക്കെ ഉണ്ടാ? DTDC എടുത്താ? ഞാൻ എൻ്റെ വാച്ച് എടുക്കാൻ പറഞ്ഞു. എൻ്റെ വാച്ച് ഇതിൽ ക്ലിയർ ഉണ്ടോയെന്നും എനിക്കറിയില്ല കേട്ടോ. കുറേ നാളെ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഇടയ്ക്കെടുക്കുള്ളൂ. മറ്റേത് സ്റ്റാൻഡ് വെച്ചെല്ലാം എടുക്കാറ്. ഇങ്ങനെ വ്ളോഗൊന്നും പരിപാടി നമുക്ക് പറ്റണതല്ല, അതാണ് പ്രശ്നം. ഓക്കെ, കുറച്ച് പേർക്ക് അറിയാം, നമ്മുടെ ജിമ്മ് നേരെ പിന്നിലാണ്, വീടിൻ്റെ പിന്നിൽ. അപ്പോൾ പരിപാടിയൊക്കെ എളുപ്പമാണ്. ചിലവർക്ക് വീഡിയോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവേ, അതാ പ്രശ്നം. ഇപ്പോൾ നമുക്ക് എന്നും എടുക്കണതിന് കുഴപ്പമൊന്നുമില്ല. ചിലർക്കൊരു ഇറിറ്റേഷൻ വരും. അത് നമുക്ക് അവരെ കാണുമ്പോൾ അറിയാമല്ലോ. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് 15 ഗ്രാം, അതിലാണെങ്കിൽ ആകെ മുളക് കുത്തിയിട്ട്. ഓക്കെ, അടുത്ത പ്രീ വർക്കൗട്ടായിട്ട് ബാറ്റ്ലാനും സിട്രുളിനും എല്ലാർജിനും കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഞാൻ വാങ്ങണമെന്നില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. പക്ഷേ ഇത് ന്യൂട്രിജ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ്. പക്ഷേ ഒരു സുഖമല്ല കുടിക്കാൻ. അച്ഛൻ ഇവിടെ എടുക്കട്ടെ അച്ഛൻ. ഓക്കെ, എന്താവോ വർക്കൗട്ട് വീഡിയോ ഞാൻ ചെറിയ തോതിൽ എൻ്റെ പേഴ്സണൽ ഫോണിലേക്കാക്കി. ഒന്നുമല്ല, അവന്മാർ ഭയങ്കര വീഡിയോ എടുക്കലാണ് പിള്ളേർ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഇതിലേക്കാക്കി. അവർ കളിക്കട്ടെ. നമ്മൾ താഴെ ഫോൺ ഹോൾഡർ വെച്ചിട്ടാണ് ചെയ്യണം കേട്ടോ. എന്തായാലും വ്ളോഗ് തുടങ്ങാൻ വിചാരിച്ചില്ല, അത് ഫ്ലോപ്പ് ആവണ്ട. ഉള്ളതുപോലെ തട്ടിമുട്ടി പോവാം. നമ്മൾ കട്ടിങ് ആയതുകൊണ്ട് ഓവർ വെയിറ്റ് ഒന്നും എടുക്കില്ല കേട്ടോ. പമ്പിങ്ങിനാണ് ഫോക്കസ് ചെയ്യണത്. കാരണം എക്സ്ട്രീം കലോറി ഡെഫിസിറ്റിലാണ് നമ്മൾ പോണത്. മസിൽ പ്രിസർവ് ചെയ്യാൻ ഹൈ പ്രോട്ടീൻ എടുക്കണം കേട്ടോ.
ഈ ഭാഗത്താണ് ഏറ്റവും വെളിച്ചക്കുറവുള്ള സ്ഥലം നമ്മുടെ ജിമ്മിൽ. അതുകൊണ്ട് തന്നെ അൾട്രാ വൈഡിൽ എടുക്കണ ക്ലാരിറ്റി ഉണ്ടാവില്ല, ക്ഷമിക്കണം. ഇല്ല വെയിറ്റ് കൂടുതലാണോ? പൊക്കോടാ പൊക്കോ.
എന്താ ആപ്സ് വേണ്ട അത്ര ഞാൻ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നേരെ കാർഡിയോയിൽ കയറി. ആപ്സ് 2 വർക്കൗട്ട് ചെയ്തു കേട്ടോ. ടേബിൾ ലിസ്റ്റ് ചെയ്തു, ഡിപ്സിന്റെ ലെഗ് റെസ്റ്റ് ചെയ്തു, ഫോറാം അപ്പുറം ലോവർ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. എല്ലാ വർക്കൗട്ടും ഞാൻ ഏകദേശം 3 സെറ്റ് 20 വെച്ചിട്ട് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ.